റുബിക്സ് ക്യൂബ് എന്ന തന്റെ ലോകപ്രശസ്തമായ പസിലിന് ശേഷം എർണോ റുബിക്ക് കൊണ്ടുവന്ന ഈ ഒരു പസിലിന്റെ പേരാണ് റുബിക്സ് സ്നേക്ക്. ഈ ഒരു പസിൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്യും. ഇത് നമ്മൾ കയ്യിലെടുത്തൊന്ന് തിരിക്കാൻ നോക്കുമ്പം ഇതിങ്ങോട്ട് തിരിയോ? ഇല്ല. എന്നാ മയലിൽ തിരിയോ? അതും തിരിയുന്നില്ല. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടി ഒരൊറ്റ കമ്പ് പോലെ ആക്കി എടുക്കാൻ പറ്റും. ഇതൊരു പസിലാണോന്ന് ചോദിച്ചാൽ പസിൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഷേപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്. ഇതിന്റെ കൂടെ അവർ തരുന്നൊരു പേപ്പറിൽ കുറേ ഡിസൈനുകൾ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. തീർച്ചയായും കുട്ടികൾക്കിത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പസിലായിരിക്കും. ഇതൊന്നും ചെയ്യുന്നില്ലേ, നമുക്കിത് പഴയ പോലെ ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ നോക്കാം. ബോൾ ഷേപ്പിലാക്കി എടുക്കുക എളുപ്പമാണ്. നമ്മൾ ഈ ഫുള്ള് നൂത്തെടുത്തിട്ട് ഒരറ്റത്തുനിന്ന് മടക്കി മടക്കി തുടങ്ങിയാൽ മതി. നമുക്ക് രണ്ട് രീതിയിൽ ഇത് മടക്കാം. ഒരു രീതി മടക്കുമ്പോൾ ചുവപ്പ് മൊത്തം പുറത്തും കറുപ്പ് അകത്തും വരും. വേറൊരു രീതി മടക്കുമ്പോൾ കറുപ്പ് വെളിയിലും ചുവപ്പ് അകത്തും വരും. ഇത് വെച്ച് എങ്ങനെ പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഓരോ പീസസ് നമുക്ക് 360 ഡിഗ്രി കറക്കി എടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് റുബിക്സ് സ്നേക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പസിൽ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.